ചുമ മാറാനായി കഫ് സിറപ്പ് കുടിച്ച കുട്ടികൾ മരണത്തിനു മുന്നിൽ തോറ്റ സംഭവം. നിലവിൽ മരണം 17ആയി. വില്ലൻ കോൾഡ്രിഫ് സിറപ്പാണ്. ഇതോടെ കോൾഡ്രിഫിന് കേരളത്തിലും വിലക്ക്. മധ്യപ്രദേശിലെ ചിന്ദ്വാഡ ജില്ലയെയും രാജസ്ഥാനിലെയും കുട്ടികൾക്ക് നൽകിയ കോൾഡ്രിഫ് എന്ന കഫ് സിറപ്പാണ് മരണങ്ങൾക്ക് കാരണമായതെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. മരിച്ചവരിൽ കൂടുതലും 5 വയസ്സിന് താഴെയുള്ളവരാണ്. സിറപ്പിന്റെ SR13 ബാച്ചിൽ നടത്തിയ പരിശോധനയിൽ ഡൈത്തിലിൻ ഗ്ലൈക്കോൾ എന്ന തീവ്ര വിഷം 48% കൂടുതലായി കണ്ടെത്തിയതായി ലബോറട്ടറി റിപ്പോർട്ടിൽ പറയുന്നു. ഈ രാസപദാർത്ഥം ശരീരത്തിലെ വൃക്ക പ്രവർത്തനം തകരാറിലാക്കുകയും അതുവഴി മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് മെഡിക്കൽ വിഭാഗം അറിയിച്ചു. ഇതോടൊപ്പം എഞ്ചിൻ ഓയിൽ മരുന്നിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. അന്വേഷണത്തിൽ സിറപ്പ് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മരിച്ച കുട്ടികളിൽ ഭൂരിഭാഗം പേരും ചികിത്സയ്ക്കായി എത്തിയത് ഡോക്ടർ പ്രവീൺ സോണിയുടെ ക്ലിനിക്കിലായിരുന്നു. മരണകാരണമായ സിറപ്പ് നിർമ്മിച്ച ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിക്കെതിരെ കേസെടുക്കുകയും മരുന്ന് വിൽക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്നുള്ള മുൻകരുതൽ നടപടിയായി കേരളത്തിലും കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ വിൽപ്പനയും വിതരണവും വിലക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കേരളത്തിൽ ഈ ബാച്ച് വ്യാപകമായി വിതരണം ചെയ്തിട്ടില്ലെങ്കിലും പൊതുസുരക്ഷയുടെ ഭാഗമായിട്ടാണ് സിറപ്പിന്റെ വിൽപ്പന നിർത്തിയതെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകാതിരിക്കാനും മുന്നറിയിപ്പ് നൽകി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി 12 വയസ്സിന് താഴെയുള്ളവർക്ക് മരുന്ന് നൽകരുതെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സിറപ്പ് ബാച്ചുകൾക്കും രാസപരിശോധന ആരംഭിച്ചതായി ഔഷധ നിയന്ത്രണ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് സർക്കാരും കേന്ദ്ര ആരോഗ്യ വകുപ്പും സംയുക്തമായി അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുൻകരുതൽ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.